വെച്ചിട്ടുണ്ടല്ലോ. എന്തിനാ? എന്നെ ഭയങ്കര വിശ്വാസം. വന്നപ്പോഴത്തേക്കിന് നോക്കിയപ്പോ ക്യാമറ രണ്ടെണ്ണം. സാധാരണ എല്ലാവരും വീട്ടില് വെളിയിലാണ് ക്യാമറ വെളിയിലും അകത്തും ക്യാമറ. അല്ലല്ല തമാശല്ല, ഞാന് എന്റെ കയ്യിലിരിപ്പിന് ഞാൻ ഫേസ്ബുക്കിൽ ഒന്ന് വെച്ച് കത്തിക്കുമല്ലോ. ശരിയാ. അല്ല ഇന്നലെ ഇതിപ്പോ കുറെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. വണ്ടിക്കാർ സ്ക്രാച്ച് ചെയ്തിട്ട് പോവുക. അത് വെളി പോരെ ക്യാമറ, അകത്തെന്തിന് ക്യാമറ? അകത്തെന്തിന് ക്യാമറ? ഞാനല്ല ചോദിക്കുന്നത്, ചേച്ചി ചോദിക്കുന്നത്. ഞാൻ അടുക്കള എന്തെങ്കിലും പണി പറയും, എന്നെ വിളിക്കും, എടി ക്യാമറ ഫ്രണ്ടിലോട്ട് വന്ന് നിൽക്കും. ഞാനിനി എന്റെ നെറ്റിൽ ഒരു ക്യാമറ വെക്കുക, കാറിനകത്ത് ക്യാമറ വെക്കണം, കാറിൽ ക്യാമറ വെക്കണം, വണ്ടിക്കകത്ത് ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. നമ്മള് ചില ആൾക്കാർക്ക് നമ്മളെ വ്യക്തിപരമായിട്ട് ദ്രോഹിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ വാഹനങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരു ഉപദ്രവിച്ചേക്കാം. അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് അവർക്കൊരു സന്തോഷം, എനിക്കൊരു വേദന. വലിക്കണം, ഞാനും ഇരിക്കും. എന്താ പെയിന്റ് അടിച്ചാൽ മറന്ന പ്രശ്നമല്ലേ. ഓപ്പൺ കിച്ചൺ ആയിരുന്നോ താല്പര്യം ആദ്യം തന്നെ? We are very open and non-closable. ഞാൻ കണ്ടതാ, ഇത് ഫുള്ള് ക്ലോസ് കിച്ചൺ ആയിരുന്നു. ഇതെല്ലാം പൊളിച്ചിട്ട് ഇവിടെ ഒരു ടേബിൾ ടോപ്പ് പോലെ അല്ലെ, ഇവിടെ ഇരുന്ന് കഴിക്കുന്നത്. ഇവിടെ എനിക്ക് എളുപ്പമാ. ദോശ ഇടുന്നു, ദോശ ചുടുന്നു, ഇടുന്നു. അപ്പൊ തിരിച്ച് ചെയ്യാറുണ്ടോ? അഖിലേട്ടൻ അവിടെ ഇരുന്ന് ദോശ ചൂട് ദോശ കഴിക്കും. ആര് ചുടുന്നു? എന്തെങ്കിലും കുക്ക് ചെയ്തോ ഈ പുതിയ വീട്ടിൽ കയറിയിട്ട്? ഇല്ല. പുതിയ വീട്ടിലും ഇല്ല, പഴയ വീട്ടിലും ഇല്ല, ബിഗ് ബോസ് വീട്ടിൽ മാത്രം. ഇത് നോക്കുന്നത് മട്ടൻ കറി വെച്ചാണോ? പിന്നെ മട്ടൻ കറി അര കിലോ മട്ടൻ മേടിച്ചിട്ട് 1 ലിറ്റർ എണ്ണയിലാ കറി വെച്ചത്. ബിഗ് ബോസിൽ ഒരു അസുഖം ഉണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് അടുക്കള കയറ്റാറില്ല. ഇവിടെ സാധനങ്ങൾ ഇങ്ങനെ നശിപ്പിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലാത്ത എണ്ണ യൂസ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഇന്ന് ഞാൻ കടയിൽ പറഞ്ഞു വിട്ട്, അണ്ണാ വെളിച്ചെണ്ണയും സൺഫ്ലവർ ഓയിലും മേടിച്ചോട്ട് പറഞ്ഞു. അവിടെ ചെന്ന് എന്നെ വിളിക്കാം, സൺഫ്ലവർ ഓയിലിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഓയിലുണ്ടോ? ഞാൻ ഉപയോഗിക്കുമല്ലോ. മനുഷ്യരാണെങ്കിലും ഉപയോഗിക്കുന്ന ഒരു പോയിന്റ് ഞാൻ തൊട്ട് മുമ്പേ ചോദിച്ചായിരുന്നു. ശുദ്ധമായ വെളിച്ചെണ്ണ. ലക്ഷ്മി ചേച്ചി ഇങ്ങനെയൊന്നും അല്ല സത്യം പറഞ്ഞാല്. 1.5 മണിക്കൂർ കൊണ്ട് ഇതിനകത്ത് നിന്റെ കൂടെ ഒരുങ്ങുന്നത് കണ്ടപ്പോ തന്നെ ഞാൻ എങ്ങനെയുണ്ട് ഞാൻ ഒരുക്കിയത്? വട്ടായിട്ടുണ്ട്, സുന്ദരിയായിട്ടില്ലേ? ഓ, എന്തൊരു കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതോ? ചോദിക്ക്. എനിക്കിതൊക്കെ കാണുമ്പോഴത്തേക്ക് മേല് വലിക്കും.